ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈസ്റ്റർ അല്ലേ. നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കാം. അതിന് ഞാൻ 1/4 കിലോ മട്ടൻ വാങ്ങി വൃത്തിയായിട്ട് കഴുകി എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു കുക്കറിൽ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 3 വിസിൽ വരുന്നത് വരെ മട്ടൻ വേവിച്ച് വയ്ക്കാം. ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 5 വറ്റൽമുളക്, 3 സ്പൂൺ മല്ലിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ശകലം കുരുമുളക്, പട്ട, ബേ ലീവ്സ്, പെരുംജീരകം, 2 ഏലക്ക, ഗ്രാമ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വറുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1/4 കിലോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു 10 ചെറിയ ഉള്ളി പ്രത്യേകം മാറ്റി വയ്ക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യണം. 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വയ്ക്കാം. ഗരം മസാല, മുളക്, മല്ലി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് വയ്ക്കാം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക. 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതിനെ ഇട്ട് നമ്മൾ വഴറ്റണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വഴറ്റിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് വഴറ്റാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ചെറിയ ഉള്ളി കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനും കൂടെ ചേർക്കണം. ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, തക്കാളി, ചേർത്ത് നന്നായിട്ട് വളർത്തിയെടുക്കണം. നന്നായിട്ട് വളർത്തി വരണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലി, മുളക്, ഇറച്ചി മസാല കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഈ മട്ടൻ നമ്മൾ വേവിച്ചിരിക്കുന്നില്ലേ, ആ പാത്രത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് വെള്ളം കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഉപ്പ് എല്ലാത്തിലും കൂടെ യോജിച്ചങ്ങ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കറിവേപ്പില മാത്രം ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഈ കറിയിലേക്ക് നമുക്ക് ചേർക്കാം. നമ്മുടെ മട്ടൻ കറി റെഡിയായി. നിങ്ങൾ ഇതുപോലെ മട്ടൻ കറി വെച്ച് നോക്കണേ. വെരി ടേസ്റ്റിയാണ്.